Okay. Good morning to all. Welcome to biology classes, online classes. Okay, നമ്മൾ ബയോടെക്നോളജി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിലെ നമ്മൾ അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ബയോടെക്നോളജി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ സ്റ്റെപ്സ് റീകോംബിനന്റ് DNA എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതിന്റെ സ്റ്റെപ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത്. അതിനെ നമുക്ക് പ്രാവശ്യം തുടങ്ങാനുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കാം. അപ്പൊ അതിലെ ഫസ്റ്റ് ഭാഗമാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ വേർഡ് തന്നെ മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. മനസ്സിലാക്കാം. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ഹിയർ ദ റെപ്ലിക്കേഷൻ സ്റ്റാർട്ടഡ്. അല്ലേ, ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് റെപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നർത്ഥം. അല്ലെ, അതുകൊണ്ടാണ് അതിനെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ വേർഡ് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഹിയർ ദ റെപ്ലിക്കേഷൻ ഈസ് സ്റ്റാർട്ടഡ്. ആ ഒരു പൊസിഷനിൽ വെച്ചിട്ടാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ് ആരംഭിക്കുന്നത് എന്ന് പറയാം. അതായത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് DNA has each chromosome has a specific DNA sequence is called origin of replication. അതായത് ഏതൊരു ക്രോമസോം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെതായ ഒരു സ്പെസിഫിക് സീക്വൻസ് ഉണ്ട്. ആ ഒരു സ്പെസിഫിക് സീക്വൻസിനെയാണ് നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫോം ഡിവിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിവിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ DNA മുറിയിട്ട് വീണ്ടും 2 DNAകളായിട്ട് മാറാൻ നടക്കും. അതാണ് റെപ്ലിക്കേഷൻ. അപ്പോ എല്ലാ ക്രോമസോമിനും ഒരു സ്പെസിഫിക് സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിനെയാണ് നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ക്രോമസോം ആൾട്ടർ ചെയ്തു എന്ന് വിചാരിക്കാം. ഈ ആൾട്ടർ ചെയ്ത സാധനം ഇതാണ് ഇതിന്റെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഈ DNAയുടെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വിചാരിക്കാം. ഇമാജിൻ ദാറ്റ്. അപ്പൊ ഞാൻ ആൾട്ടർ ചെയ്ത ജീനിനെ അല്ലെങ്കിൽ ആൾട്ടർ ചെയ്ത DNA ഞാൻ പ്ലേസ് ചെയ്യേണ്ടത് എവിടെയാണ്? ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്താണ്. മനസ്സിലായോ? കാരണം അവിടെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ അപ്പിയർ ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ഇവിടെ എന്ത് പ്രോസസ് നടക്കുള്ളൂ? റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുള്ളൂ. അല്ലെ, നമുക്ക് അത് പ്ലേസ് ചെയ്താൽ മാത്രം മതിയോ? അല്ല, ഇങ്ങനെയുള്ള സാധനങ്ങളെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെ, നമ്മൾ ആൾട്ടർ ചെയ്യുന്നത് എന്തോ ഡിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ടാണല്ലോ ആൾട്ടർ ചെയ്യുന്നത്. അപ്പൊ ആൾട്ടർ ചെയ്താൽ DNA വീണ്ടും എന്ത് ചെയ്യണം? റെപ്ലിക്കേഷൻ നടക്കണം. ആ റെപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ അതിന്റെ ആ സ്പെസിഫിക് സീക്വൻസിൽ ആ ആൾട്ടർ ചെയ്ത സാധനം എത്തണം. ആ സ്പെസിഫിക് സീക്വൻസിനെ വിളിച്ച പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ ആണ് എന്ന് തോന്നുന്നു. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് ശേഷം ക്ലാസ്സുകൾ വരുന്നുണ്ട്. നമുക്ക് അത് ആ സമയത്ത് പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഈ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു അറ്റ്ലീസ്റ്റ് നമുക്ക് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ക്ലോണിംഗ് എന്ന് വിളിക്കാം. അല്ലെ, അതായത് ഈ ഒരു DNA റെപ്ലിക്കേഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ 2 DNAകളായിട്ട് മാറുക എന്നുള്ളതാണ് റെപ്ലിക്കേഷൻ. അത് തന്നെയാണല്ലോ ക്ലോണിംഗ്. അതായത് പാരന്റൽ DNA പാരന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാരന്റിന്റെ അതേ ക്യാപ്പബിലിറ്റി ഉള്ളത് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലോണിങ്ങിലൂടെ ചെയ്യുന്നത്. അല്ലെ, അപ്പൊ സെയിം ആയിട്ടുള്ളത് അത് തന്നെയാണ് എന്തിലും നടക്കുന്നത്? റെപ്ലിക്കേഷനിലും നടക്കുന്നത്. അതായത് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓക്കെ 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 ആണല്ലോ. റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്ത് തന്നെയാണ്? ക്ലോണിംഗ് ആണ്. അതായത് പ്രൊഡ്യൂസ് മൾട്ടിപ്പിൾ ഐഡന്റിക്കൽ കോപ്പീസ് അല്ലെ, മൾട്ടിപ്പിൾ ഐഡന്റിക്കൽ കോപ്പീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ക്ലോണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഈസ് സിമിലർ ടു ക്ലോണിംഗ്, ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾ ഐഡന്റിക്കൽ കോപ്പീസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഐഡന്റിക്കൽ കോപ്പീസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്ലോണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒറിജിനൽ റിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് സ്പെസിഫിക് സീക്വൻസ് ഇൻ എ ക്രോമസോം. ഓക്കെ, സ്പെസിഫിക് സീക്വൻസ് ഇൻ എ ക്രോമസോം. ഓക്കെ ആണല്ലോ. അപ്പൊ അത്രയുമാണ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇനിയാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നതാണ്. നിങ്ങൾ ഡിഎൻഎയുടെയും ആർഎൻഎയുടെയും സ്ട്രക്ചർ പഠിക്കുന്ന സമയത്ത് ഡിഎൻഎയുടെ സ്ട്രക്ചർ രണ്ട് തരം ഡിഎൻഎ പഠിച്ചിട്ടുണ്ടാവും, പ്ലാസ്മിഡ് ഡിഎൻഎയും സോപ്നോർമൽ ഡിഎൻഎയും അല്ലേ? ഓക്കെ, എന്താണ് പ്ലാസ്മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്ലാസ്മിഡ് ആണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. ശ്രദ്ധിക്കാം, ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാണ്, അതിനുശേഷം നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, പ്ലാസ്മിഡ് എന്ന് പറയുന്നത് is a extra chromosomal DNA ആണ്. എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ്. എന്താണ് എക്സ്ട്രാ ക്രോമസോമൽ DNA? ക്രോമസോമൽ DNA ഓൾറെഡി അതിലുണ്ടാവും അല്ലെ? ആ ക്രോമസോമൽ DNAക്ക് അധികമായിട്ട് അതിന്റെ ബോഡിയിൽ കാണുന്ന DNA ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്ട്രാ ക്രോമസോമൽ DNA. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ ഉദാഹരണത്തിന് എ എന്നൊരു പറയുന്ന ഒരു സാധനത്തില് ഞാൻ ഇതിനൊരു ഓർഗാനിസം എന്ന് വിളിക്കുകയാണ്. നോർമലി പ്ലാസ്മിഡ്സ് കാണുന്നത് ബാക്ടീരിയയിലാണ്. അപ്പൊ എ എന്ന് പറയുന്ന ബാക്ടീരിയയില് നോർമൽ ആയിട്ട് എന്തുണ്ടാവും? ഒരു DNA ഉണ്ടാവും അല്ലെ? സോറി, എ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ നോർമൽ ആയിട്ട് എന്തുണ്ടാവും? ഒരു DNA ഉണ്ടാവും. നോർമൽ ആയിട്ട് ഒരു ക്രോമസോമൽ DNA ഉണ്ടാവും. ഈ ക്രോമസോമൽ DNAയുടെ അപ്പുറത്തോട്ട് ഇതിലൊരു പ്ലാസ്മിഡ് ഉണ്ടാവും. ക്രോമസോമൽ DNAക്ക് അപ്പുറത്തുമായിട്ട്. അതുകൊണ്ടാണ് ഇതിനെ എക്സ്ട്രാ ക്രോമസോമൽ DNA എന്ന് വിളിക്കാനുള്ള കാരണം. രണ്ടാമത് പ്ലാസ്മിഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത് അതിന്റെ നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊന്നും എന്തുണ്ടാവില്ല, പ്ലാസ്മിഡ്സിന് സാന്നിധ്യം ഉണ്ടാവില്ല. അതായത് ഈ DNA ആണ്, ഈ ക്രോമസോമൽ DNA ആണ് ബാക്ടീരിയയിലെ മെയിൻ DNA എന്ന് പറയുന്നത്. അതായത് ബാക്ടീരിയയിലെ എല്ലാ ആക്ടിവിറ്റീസും നിയന്ത്രിക്കുന്നത് അത് തന്നെയാണ്, ക്രോമസോമൽ DNA ആണ്. ഓക്കെ, പക്ഷെ പ്ലാസ്മിഡ് DNA ഒരു പെർട്ടിക്കുലർ കാപ്പബിലിറ്റീസിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതായത് നമുക്കറിയാം, നിങ്ങൾ പ്ലസ് 1 കിങ്ഡം മൊനെറ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ബാക്ടീരിയയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അവിടെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം some bacteria can survive the extreme heat condition, അതുപോലെ തന്നെ എക്സ്ട്രീം അസിഡിക് കണ്ടീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ചിലത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയുള്ള കണ്ടീഷനുകൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പെർട്ടിക്കുലർ കാപ്പബിലിറ്റീസ് ബാക്ടീരിയക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ എന്തുണ്ടാവാറ്? പ്ലാസ്മിഡ് ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയയുടെ എല്ലാ മെയിൻ കാപ്പബിലിറ്റീസ്, അതായത് റിപ്രൊഡക്ഷൻ ആയാലും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എന്തില്ല, ഈ പ്ലാസ്മിഡ്സിന് സാന്നിധ്യമില്ല. ചിലപ്പോൾ എന്തായിരിക്കാം? ഹീറ്റ് റെസിസ്റ്റന്റ് ആവാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആവാം. ഇതിന്റെ കഴിവാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആവാം. ഓക്കെ, അപ്പൊ എക്സെട്ര അങ്ങനെയുള്ള കാപ്പബിലിറ്റീസ് ആണ് എന്തിന് വരുന്നത്? പ്ലാസ്മിഡ്സിന് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇത് കണ്ടുപിടിക്കുന്നത് സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ കൂടിയാണ്. ആരൊക്കെയാണ്? സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും 1972 ഈ പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത് കണ്ടെത്തുന്നത്. അവര് പ്ലാസ്മിഡ്സ് കണ്ടെത്തുന്നത് സാൽമോണല്ല ടൈഫിമൂരിയം എന്ന് പറയുന്ന ബാക്ടീരിയയിലാണ് ഈ പ്ലാസ്മിഡ് എന്ന് പറയുന്ന എക്സ്ട്രാ ക്രോമസോമൽ DNA കണ്ടെത്തിയത്. ആക്ച്വലി സാൽമോണല്ല ടൈഫിമൂരിയം ടൈഫസ് രോഗത്തിന് കാരണമാകുന്നതാണ് അല്ലെ? ഈ സാൽമോണല്ല ടൈഫിമൂരിയത്തില് ഉണ്ടായിരുന്ന പ്ലാസ്മിഡ്സിന്റെ പ്രത്യേകത എന്തായിരുന്നു? അത് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിരുന്നു.
ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിരുന്നു. ഈ സാൽമോണല്ല ടൈഫിമൂരിയം എന്ന് പറയുന്ന ബാക്ടീരിയയിലുള്ള പ്ലാസ്മിഡ് എന്തായിരുന്നു? ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിരുന്നു. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇതിൽ പറയാനുള്ളത് ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കാം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തോട് പോകാം. അപ്പോ പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത് എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ്. ഇത് സംതിങ് ഞാൻ പറഞ്ഞു നോർമൽ ആയിട്ടുള്ള കാപ്പബിലിറ്റീസ് അല്ല. അതിന്റെ അപ്പുറത്തോട്ട് ചിലപ്പോൾ ഹീറ്റ് റെസിസ്റ്റന്റ് ആവാം, ചിലപ്പോൾ അസിഡിക് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനാവാം. സാധാരണ ഇത് കാണുന്നത് എവിടെയാണ്? ബാക്ടീരിയയിലാണ് കാണുന്നത് കേട്ടോ. എവിടെയാണ് കാണുന്നത്? ബാക്ടീരിയയിലാണ് കാണുന്നത്. ഓക്കെ. മേ ബി ഹീറ്റ് റെസിസ്റ്റന്റ് ആവാം, അല്ലെങ്കിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആവാം, കോമൺ എക്സെട്ര എക്സെട്ര. ഓക്കെ. അതുപോലെ തന്നെ ഇത് കണ്ടുപിടിച്ചത് it was initiated by the Stanley Cohen and Herbert Boyer. And രണ്ട് സയന്റിസ്റ്റുകളാണ്, സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ, in 1972. And it is found in Salmonella typhimurium. The plasmid in Salmonella typhimurium is for the antibiotic resistance. ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഈ സാൽമോണല്ല ടൈഫിമൂരിയത്തിലെ പ്ലാസ്മിഡ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പ്ലാസ്മിഡ് പഠിച്ചത്? എന്തിനാണ് പ്ലാസ്മിഡിന്റെ ആവശ്യകത എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പ്ലാസ്മിഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഓക്കെ. അപ്പോ ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഇനി എന്തുകൊണ്ടാണ് പ്ലാസ്മിഡ്സിന് നമ്മൾ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അല്ലെ? ഈ പ്ലാസ്മിഡ്സ് എക്സ്ട്രാ ക്രോമസോമൽ DNA മാത്രമല്ല, ഇറ്റ് ഈസ് ഓട്ടോണമസ്ലി റിപ്ലിക്കേറ്റിംഗ് ആണ്. എന്താണ് ഓട്ടോണമസ്ലി റിപ്ലിക്കേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതിന് സ്വയം എന്ത് ചെയ്യാൻ പറ്റും? റിപ്ലിക്കേഷൻ നടത്താൻ പറ്റും. സ്വയം എന്ത് ചെയ്യാൻ പറ്റും? റിപ്ലിക്കേഷൻ നടത്താൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും പറഞ്ഞു ഇതിന്റെ പ്ലാസ്മിഡ് ആണെന്ന് വിചാരിക്കാം. പ്ലാസ്മിഡ് ആണ് വിചാരിക്കാം. എവിടെയാണ്, ഏതിലാണ് അവർ പ്ലാസ്മിഡ് കണ്ടെത്തിയത്? സാൽമോണല്ല ടൈഫിമൂരിയത്തിലാണ് അല്ലെ? സാൽമോണല്ല ടൈഫിമൂരിയത്തിലെ ഈ പ്ലാസ്മിഡിന്റെ പ്രത്യേകത എന്താണ്? അത് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആണ് അല്ലെ? ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആണ്. ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റിലെ ഈ പ്ലാസ്മിഡ് DNA അല്ലെ? പ്ലാസ്മിഡ് DNA എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ? പ്ലാസ്മിഡ് DNAയിൽ നിന്ന് ഒരു ഭാഗം എന്ത് ചെയ്യാൻ പോവാണ്? കട്ട് ചെയ്യാൻ പോവാണ്. ഒരു ഭാഗം എന്ത് ചെയ്യാൻ പോവാണ്? കട്ട് ചെയ്യാൻ പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് പറയാം. അപ്പൊ ഒരു ഭാഗം അവർ എന്ത് ചെയ്യാൻ പോവാണ്? കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ വന്ന വേർഡ് കട്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ കട്ടിൽ നിന്ന് നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. ഓക്കെ. കട്ട് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോകാം. ഓക്കെ. കട്ട് നമ്മൾ സാധാരണ പേപ്പർ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ്? സാധാരണ നമ്മൾ പേപ്പർ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സിസേഴ്സ് ആണ് അല്ലെ? സിസേഴ്സ് ആണ്, അതായത് കത്രികകളാണ് സാധാരണ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മള് പേപ്പറല്ല കട്ട് ചെയ്യുന്നത്, ജീനിനെ കട്ട് ചെയ്യാനാണ് പോകുന്നത്. ബയോളജി ആണ് അല്ലെ? ഓക്കെ. നമ്മള് ബയോളജിക്കൽ സിസേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ ഇത് നമ്മള് മോളിക്കുലാർ തരത്തിലായതുകൊണ്ട് ഈ സിസേഴ്സിനെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ സിസേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? മോളിക്കുലാർ സിസേഴ്സ് എന്ന് വിളിക്കുന്നത്. ജനറ്റിക് സിസേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. ജനറ്റിക് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മഹാമാരെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ സിസേഴ്സ് അല്ലെങ്കിൽ ജനറ്റിക് സിസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോ മോളിക്കുലാർ സിസേഴ്സ് കൊണ്ട് നമ്മൾ അതിനെ കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ കട്ട് ചെയ്യുന്ന വിചാരിക്കാം. ഉദാഹരണത്തിന് സാൽമോണല്ല ടൈഫിമൂരിയത്തിൽ നിന്ന് നമ്മള് ഇവർ ചെയ്ത എക്സ്പെരിമെന്റ് ആണ് പറയാൻ പോകുന്നത്. സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും ചെയ്ത എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും ചെയ്ത എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്.
അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് ജനറ്റിക് സിസർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മോളിക്കുലാർ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതിനെ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം സാൽമോണല്ല ടൈഫിമൂരിയത്തിൽ നിന്ന് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള DNA അല്ലെ, ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള DNA നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ DNA ഒരു ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, കട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച സാധനമാണ് ഇത് മോളിക്കുലാർ സിസേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ. അങ്ങനെ ഈ കട്ട് ചെയ്തത് നമുക്ക് വേറൊരു ഹോസ്റ്റിൽ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അതായത് നമുക്ക് ഇവിടെ സാൽമോണല്ലയാണുള്ളത്, നമുക്ക് എത്തിക്കേണ്ടത് ഈ കൊളൈ എന്ന് പറയുന്ന ബാക്ടീരിയയിലാണ്, എസ്കിരീഷ്യ കൊളൈ എന്ന് പറയുന്ന ബാക്ടീരിയയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ജീനിനെ എത്തിക്കേണ്ടത്. കാരണം എസ്കിരീഷ്യ കൊളയില് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിലുള്ള ജീനില്ല. അതുകൊണ്ട് നമ്മുടെ ഈ സാൽമോണല്ല ടൈഫിലുള്ള ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് DNA അല്ലെങ്കിൽ ജീനിനെ എസ്കിരീഷ്യ കൊളയില് എത്തിക്കാൻ പോവുകയാണ്. അതാണ് നമ്മളുടെ എയിം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ മോളിക്കുലാർ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഞാൻ ഇതിന്റെ DNA കട്ട് ചെയ്യാണ് അല്ലെ. നമ്മളൊരു സാധനം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ there must be a vector to transfer from one another അല്ലെ. അവിടെ ഒരു വെക്ടർ ആവശ്യമാണ് അല്ലെ, കാരണം ഇത് കൊണ്ടുപോകണല്ലോ, അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ. ഉദാഹരണത്തിന് നമ്മൾ മലേറിയ ഒക്കെ പറയുമ്പോൾ, മലേറിയ എന്ന് പറയുമ്പോൾ അനോഫിലസ് കൊതുകാണ് അതിന്റെ വെക്ടർ എന്ന് പറയും. ഫൈലേറിയാസിസ് പറയുമ്പോൾ മലേറിയ പറയുമ്പോൾ അനോഫിലസ്, ഫൈലേറിയാസിസ് എന്ന് പറയുമ്പോൾ ക്യുലെക്സ് ആണെന്ന് പറയും അതിന്റെ വെക്ടർ, കൊതുകുകൾ അല്ലെ. അപ്പൊ ചിലപ്പോ പ്രാണികളാ കൊതുകുകൾ രോഗത്തിന് ആ രോഗം പകരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളുകളെയാണ് വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ. അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നിന്ന് മറ്റു ഭാഗത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു വെക്ടറിന് ആവശ്യമാണ്. എന്തിനാവശ്യമാണ്, വെക്ടറിന് ആവശ്യമാണ്. ഇവിടെ വെക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മഹാനെയാണ്. നേരത്തെ പറഞ്ഞ മഹാൻ ആരാണ്, വെക്ടർ ആയിട്ട് ഉപയോഗിച്ച നേരത്തെ പറഞ്ഞ മഹാൻ ആരാണ്, പ്ലാസ്മിഡ് ആണ് വെക്ടർ കേട്ടോ. പ്ലാസ്മിഡ് ആണ് വെക്ടർ. പ്ലാസ്മിഡ് ആക്ട് ആസ് എ വെക്ടർ. പ്ലാസ്മിഡ് ആണ് ഇവിടെ വെക്ടർ ആയിട്ട് വരുന്നത്. ഈ വെക്ടർ ആയിട്ടുള്ള പ്ലാസ്മിഡ്, ഇത് പ്ലാസ്മിഡ് ആണെന്ന് വിചാരിക്കാം. ഇമാജിൻ ദാറ്റ് ഈസ് എ പ്ലാസ്മിഡ്. പ്ലാസ്മിഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ പ്ലാസ്മിഡ് വെക്ടറില് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത ജീനെ ഇവിടെ ആഡ് ചെയ്യണം അല്ലെ. എന്നാലേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ ഇത് വീണ്ടും ഇവിടെ കട്ട് ചെയ്യേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ്, ഇതിനെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇവിടെയും കട്ട് ചെയ്യാൻ ആരെയാണ് ഉപയോഗിക്കുന്നത്, മോളിക്കുലാർ സിസേഴ്സ് ആണ് അല്ലെ. ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്ത ഈ ഭാഗത്തെ, ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഞാൻ ഇവിടെ കട്ട് ചെയ്തത്, ഇവിടെയും കട്ട് ചെയ്യണം. അതിന് എനിക്ക് ഇവിടെ എന്ത് ചെയ്യണം, സ്റ്റിക്ക് ചെയ്യണം അല്ലെ. നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് മോളിക്കുലാർ ഗ്ലൂ ആണ് അല്ലെ. ഗ്ലൂ ആണ് നമ്മൾ സാധാരണ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഇതിനെ ഒട്ടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കാറ്. സാധാരണ നമ്മള് ഗ്ലൂ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിട്ട് സാധാരണ ഉപയോഗിക്കാറ് ഗ്ലൂ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്താണ്, ബയോളജിക്കൽ ഗ്ലൂ ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ലിഗേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ്, ലിഗേഴ്സ്. ലിഗേഴ്സിന് നമ്മൾ വേറെ പേരിട്ട് വിളിക്കാറുണ്ട്, മോളിക്കുലാർ ഗ്ലൂ എന്ന് വിളിക്കും. ലിഗേഴ്സിനെ നമ്മൾ വേറെ പേരിട്ട് വിളിക്കുന്നത് ഏതാണ്, മോളിക്കുലാർ ഗ്ലൂ ആണ്. അപ്പൊ രണ്ടാമത്തെ കേസാണ് ലിഗേഴ്സ്, മനസ്സിലായല്ലോ. ഓക്കെ, ഈ മോളിക്കുലാർ ഇതിന് എക്സാമ്പിൾ ആണ്, സിസേഴ്സിന് എക്സാമ്പിൾ ആണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കേട്ടോ. മോളിക്കുലാർ സിസേഴ്സിന് എക്സാമ്പിൾ ആണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ കട്ട് പ്ലാസ്മിഡിൽ ആഡ് ചെയ്ത ഈ ജീനിനെ നമുക്ക് എവിടെ എത്തണം, ഈ കൊളൈ ബാക്ടീരിയയിൽ എത്തിക്കണം. ഏത് ബാക്ടീരിയയിൽ എത്തിക്കണം, ഈ കൊളൈ ബാക്ടീരിയയിൽ എത്തിക്കണം. അങ്ങനെ ഈ കൊളൈ ബാക്ടീരിയയിൽ എത്തിക്കുകയാണ് നമ്മള്. ഇത് ഈ കൊളയാണെന്ന് വിചാരിക്കാം. ഈ കൊളയെ എന്ത് ചെയ്തു, നമ്മൾ ഈ ജീനിനെ ചേർത്തു. ഓക്കെ, ഇവിടെയും കട്ട് ചെയ്യേണ്ടി വരും. കട്ട് ചെയ്ത് ഒട്ടിക്കണം. കട്ട് ചെയ്യുന്ന സമയത്ത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കും, മോളിക്കുലാർ ലിഗേഴ്സ് ഉപയോഗിക്കും. മോളിക്കുലാർ ലിഗേഴ്സും ഉപയോഗിക്കും.
അപ്പോ അവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സാൽമോണല്ല ടൈഫിമൂരിയം എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഏകദേശം അതേ സ്ട്രക്ചറൽ ഓറിയന്റേഷൻ വരുന്ന മഹാനാണ് ഈ ബാക്ടീരിയ, അതായത് ഈക്കോളൈ ബാക്ടീരിയ എന്ന് പറയുന്നത് കേട്ടോ. സാൽമോണല്ല ടൈഫിമൂരിയം എന്ന് പറയുന്ന ബാക്ടീരിയയുടെ അതേ സ്ട്രക്ചറൽ ഓറിയന്റേഷൻ വരുന്ന ആളാണ് ആരെ, ഈക്കോളൈ ബാക്ടീരിയ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഈക്കോളൈ ബാക്ടീരിയയിൽ നമ്മൾ ഇതിനെ ആഡ് ചെയ്തു. ഈക്കോളൈ ബാക്ടീരിയയില് നമ്മൾ ഈ ജീനെ ആഡ് ചെയ്തു. ജീനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിപ്ലിക്കേഷൻ നടക്കണം. റിപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അതിന്റെ ഭാഗം ആ ഒരു ഓർഗാനിസത്തിന്റെ ഭാഗമാവുള്ളൂ. അപ്പൊ അങ്ങനെ DNA-യിൽ റിപ്ലിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻസൈമാണ് DNA പോളിമറേസ് എന്ന് പറയുന്നത്. അതാണ് DNA പോളിമറേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോ നമ്മള് ജനറ്റിക്കൽ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജീനിനെ അതിനെ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നോർമലായിട്ട് നമ്മൾ പേപ്പർ കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന സിസേഴ്സ് ആണ്. അപ്പൊ ഇവിടെ മോളിക്കുലർ സിസേഴ്സ് ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്ത ഈ ജീനിനെ എസ്ക്രീഷ്യ കൊളയിൽ എത്തിക്കണമെങ്കിൽ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തത് നമ്മൾ ഈ രണ്ട് സാധനത്തെയാണ് കേട്ടോ. ഇവിടുത്തെ എക്സാമ്പിൾ ആണ് രണ്ടാൾക്കാരാണ് എടുത്തത്, സാൽമോണല്ല ടൈഫിമൂരിയവും അതുപോലെ തന്നെ എസ്ക്രീഷ്യ കൊളൈ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എടുത്തത്. അപ്പൊ ഇത് ഇവിടുന്ന് മുറിച്ചിട്ട് ഇത് മുറിച്ചു, സിസേഴ്സ് ഉപയോഗിച്ചിട്ട് മുറിച്ചു. അത് മുറിച്ചിട്ട് ഇത് എസ്ക്രീഷ്യ കൊളയിൽ എത്തിക്കണമെങ്കിൽ there must be a vector, so here plasmid act as a vector അല്ലേ. അങ്ങനെയാണെങ്കിൽ പ്ലാസ്മിഡ് വെക്ടർ ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാസ്മിഡിൽ ഈ ജീനിനെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പ്ലാസ്മിഡിൽ ഈ ജീനിനെ ആഡ് ചെയ്യണം. അപ്പൊ ആ ജീനിനെ ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്ലൂവിനെ വിളിക്കുന്ന പേരാണ് ലിഗേഴ്സ്. മോളിക്കുലർ ഗ്ലൂ എന്നതിനെ വിളിക്കും. അതിന് എക്സാമ്പിൾ ആണ് ലിഗേഴ്സ്. അങ്ങനെ ഒട്ടിച്ചിട്ട് അത് എങ്ങോട്ട് എത്തിക്കുകയാണ്, എസ്ക്രീഷ്യ കൊളൈ എന്ന് പറയുന്ന ബാക്ടീരിയ എത്തിക്കുകയാണ്. എക്സ്ക്രീഷ്യ കൊളയിൽ നിന്ന് ബാക്ടീരിയ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ റിപ്ലിക്കേഷൻ നടത്തണം. റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ ഇത് ഒരു സെല്ലാണെന്ന് വിചാരിക്കുക, ഈ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടെണ്ണമായിട്ട് മാറാം. മനസ്സിലായല്ലോ, അതാണ് റിപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ക്ലോണിംഗ് എന്ന് വിളിച്ചത്. അപ്പോ അതിന് സഹായിക്കുന്ന എൻസൈമാണ് DNA പോളിമറേസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോ എന്തൊക്കെയാണ് റിപ്ലിക്കേഷന് സഹായിക്കുന്ന എൻസൈം ഏതാണ്? റിപ്ലിക്കേഷന് സഹായിക്കുന്ന എൻസൈമാണ് DNA പോളിമറേസ്. പിന്നെ ഒട്ടിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ലിഗേഴ്സ്. മാത്രമല്ല പിന്നെ രണ്ടാമത് പറഞ്ഞ ആദ്യം പറഞ്ഞ അതായത് ജനറ്റിക് സിസേഴ്സിന് എക്സാമ്പിൾ ആണ് ഏത്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമ്മള് അത് പറഞ്ഞു നിർത്തി. അപ്പോ എസ്ക്രീഷ്യ കൊളൈലാണ്, എസ്ക്രീഷ്യ കൊളൈ. ഞാൻ അങ്ങനെ ഈ കൊളൈ എന്ന് വിളിക്കാണ് കേട്ടോ. ഈ കൊളൈ ബാക്ടീരിയയിലാണ് ഇപ്പൊ എന്തുള്ളത്, ആ ഒരു ബാക്ടീരിയ ഉള്ളത് അല്ലെ. എസ്ക്രീഷ്യ കൊളൈ അല്ലെങ്കിൽ ഈ കൊളൈ ബാക്ടീരിയയിലാണ് എന്തുള്ളത്, ആ ജീൻ ഉള്ളത് അല്ലെ, അതായത് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജീന്. അപ്പൊ ഇങ്ങനെ ഇതിന് റിപ്ലിക്കേഷൻ നടത്തുക അല്ലെ, റിപ്ലിക്കേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അപ്പോ അതായത് ability to multiply the copies of antibiotic resistant gene in E. coli is known as cloning alle. ability to multiply antibiotic gene അല്ലെ, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്ലോണിംഗ് എന്ന് വിളിക്കുന്നത്. അത് ആന്റിബയോട്ടിക് ജീൻ എന്ന് പറയാൻ കാരണം ഈ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ എന്താണ്, ആന്റിബയോട്ടിക് ജീൻ ആയതുകൊണ്ടാണ് ആന്റിബയോട്ടിക് ജീൻ എന്ന് പറയാനുള്ള കാരണം, അല്ലാണ്ടൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി തോന്നുന്നു. ഇനി അടുത്ത ഭാഗത്തോട്ട് പോവാണ്. ഇനി അടുത്തത് എന്തെല്ലാം ടൂൾസുകളാണ് ടൂൾസ് ഫോർ recombinant DNA technology. എന്തെല്ലാം ടൂൾസ് ആണ് റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ, എന്തെല്ലാം സാധനങ്ങളെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതെല്ലാം ആയിരുന്നു? ഒന്ന്
ജനറ്റിക്കൽ സിസേഴ്സ് ആയിരുന്നു അല്ലെ. അല്ലെ അത് ഏതായിരുന്നു? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേഴ്സ് എന്ന് പറയുന്നതാണ് അല്ലെ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേഴ്സ് ആണ് അല്ലെ. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഏതാണ്? ലിഗേഴ്സ് പഠിച്ചു അല്ലെ. അതായത് മോളിക്കുലാർ ഗ്ലൂ അല്ലെ. രണ്ടാമതാണ് മോളിക്കുലാർ ഗ്ലൂ അല്ലെങ്കിൽ ലിഗേഴ്സ്. തേർഡ് വൺ വെക്ടേഴ്സ് അല്ലെ. ഓക്കെ. ഫോർത്ത് വണ് ഓർഗാനിസം. ഓക്കെ. അപ്പോ റീകോംബിനന്റ് ഡിഎൻഎ ടെക്നോളജിയുടെ ഭാഗങ്ങളാണ് അല്ലെങ്കിൽ റീകോംബിനന്റ് ഡിഎൻഎ ടെക്നോളജിയിലെ ടൂൾസ് ആണ് ജനറ്റിക്കൽ സിസേഴ്സ്. അത് എക്സാമ്പിൾ ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇതാണ് ജനറ്റിക്കൽ സിസേഴ്സ് കേട്ടോ. ഇതാണ് ജനറ്റിക്കൽ സിസേഴ്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ. രണ്ടാമത്തെ ലിഗേഴ്സ്, ഇതിനെയാണ് നമ്മൾ മോളിക്കുലാർ ഗ്ലൂ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ടൂള്. ആൻഡ് മൂന്നാമത്താണ് വെക്ടേഴ്സ്. നാലാമത്താണ് ഹോസ്റ്റ് ഓർഗാനിസം. ഈ നാലിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് സിസേഴ്സ്. ലിഗേഴ്സ് എന്താണ്? ലിഗേഴ്സ് മോളിക്കുലാർ ഗ്ലൂ ആണ്. വെക്ടേഴ്സ് മൂന്നാമത്തെ, അത് നമ്മൾ സാധാരണ വെക്ടർ ആയിട്ട് ഉപയോഗിക്കാറ് ഏതാണ്? വെക്ടർ ആയിട്ട് ഉപയോഗിക്കാറ് പ്ലാസ്മിഡ് ആണ്. അടുത്തത് ഏതാണ്? ഹോസ്റ്റ് ഓർഗാനിസം ആണ്. അടുത്തത് ഏതാണ്? ഹോസ്റ്റ് ഓർഗാനിസം ആണ്. ഇത്രയുമാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗമാണ്. അടുത്ത് പഠിക്കാനുള്ളത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ അടുത്ത് പഠിക്കാനുള്ളത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ കുറിച്ചാണ്. ഇതിനെ കുറിച്ചാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ കുറിച്ചാണ്. ഓക്കെ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ കുറിച്ചാണ് നമുക്ക് ഇനി അടുത്തത് പറയാനുള്ളത്. ആദ്യം നമുക്കറിയാം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത് മോളിക്കുലാർ സിസേഴ്സ് ആണ് എന്ന് അറിയുന്നത് നമുക്ക് അറിയുന്ന പോയിന്റ് ആണ്. ഓക്കെ. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ enzyme group ന്യൂക്ലിയേഴ്സ്. ഏത് എൻസൈം ഗ്രൂപ്പിലുള്ളതാണ്? ന്യൂക്ലിയേഴ്സ് എന്ന് പറയുന്ന എൻസൈം ഗ്രൂപ്പിലുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എൻസൈം ഗ്രൂപ്പ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും. എന്താണ് എൻസൈം ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഓക്കെ എന്താണ് എൻസൈം ന്യൂക്ലിയസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് എൻസൈം ദാറ്റ് ക്രാക്ക് ദ ഫോസ്ഫേറ്റ് ബോണ്ട്സ് ഓഫ് ന്യൂക്ലിയോടൈഡ് അല്ലേ. അതായത് എൻസൈം ന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം ഇറ്റ് ക്രാക്ക് the phosphate bond of nucleotide. Okay. അപ്പൊ ന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം ഗ്രൂപ്പിലാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ഗ്രൂപ്പ് ഓഫ് എൻസൈം ദാറ്റ് മീൻസ് it is a group of enzyme it crack the
ഫോസ്ഫേറ്റ് ബോണ്ട് ഓഫ് ന്യൂക്ലിയോടൈഡ് അല്ലെ. ന്യൂക്ലിയോടൈഡ്സുകൾ പറയുന്ന സമയത്ത് നമുക്കറിയാം അതിലുണ്ട് ഒരു ഫോസ്ഫേറ്റ് ബോണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. ഫോസ്ഫേറ്റ് ബോണ്ട് ആണ് തമ്മിലുള്ളത്. ഈ ഫോസ്ഫേറ്റ് ബോണ്ടിനെ പൊട്ടിക്കുന്ന എൻസൈം ആണ് ആര്? ന്യൂക്ലിയേസ് എന്ന് പറയുന്ന എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഇത് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിന്റെ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മുടെ എൻസൈം എവിടെയാണുള്ളത് എന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ. ന്യൂക്ലിയസിലാണ്. ഇനി ഇതിന്റെ ഹിസ്റ്ററി 1963 ഈ കൊളൈ എന്ന് പറയുന്ന ബാക്ടീരിയയില് രണ്ട് എൻസൈമുകൾ നോട്ട് ചെയ്തു. അതില് ഒരു എൻസൈം ഡിഎൻഎയുടെ ആദ്യം നമുക്ക് നോക്കാം. രണ്ട് എൻസൈംസുകൾ നോട്ട് ചെയ്യപ്പെട്ടു. ഈ രണ്ട് എൻസൈംസുകൾ എന്തിനു വേണ്ടി എന്തായിരുന്നു ചെയ്തിരുന്നത്? ഇറ്റ് റെസിസ്റ്റ് the growth of bacteriophage അല്ലെ. എന്തായിരുന്നു? ഈ കൊളൈ ബാക്ടീരിയയിലുള്ള ഈ രണ്ട് എൻസൈമുകൾ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു? നോട്ട് ചെയ്യപ്പെട്ടതാണ്. ആ സമയത്ത് ഇറ്റ് റെസിസ്റ്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയോഫേജിന്റെ ഗ്രോത്ത് റെസിസ്റ്റ് ചെയ്തു. അങ്ങനെയാണല്ലോ. എന്താണ് ബാക്ടീരിയോഫേജ്? അറിയുന്നതാണ് നിങ്ങൾക്ക്. എന്താണ് ബാക്ടീരിയോഫേജ്? ബാക്ടീരിയോഫേജ് മീൻസ് ഇറ്റ്സ് എ വൈറസ് അല്ലെ. വൈറസ് ആണ് that affect the bacteria. virus that affect the bacteria. ബാക്ടീരിയ എഫക്ട് ചെയ്യുന്ന വൈറസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്? ബാക്ടീരിയോഫേജ് എന്ന് വിളിച്ചത്. അപ്പോൾ in 1963 the two enzyme is noted in the E. coli bacteria that both two bacteria that resist the growth of bacteriophage. We know that bacteriophage means that the type of virus that infect the bacteria. Okay, അപ്പൊ ഇവിടെ രണ്ട് എൻസൈമുകൾ ഉണ്ട് എന്ന് മനസ്സിലായി. അതിൽ ഒരു എൻസൈം അതിന്റെ ഡിഎൻഎയിലെ മീഥൈൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് പണി തുടങ്ങി. ഓക്കെ, രണ്ടാമത്തെ എൻസൈം അതിന്റെ ന്യൂക്ലിയോടൈഡിനെ കട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ രണ്ട് എൻസൈമുകളാണ് ഉണ്ടായത്. ഒന്ന് മീഥൈൽ ഗ്രൂപ്പിലാണ്, ഒരു എൻസൈം മീഥൈൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. രണ്ടാമത്തത് ആ ബാക്ടീരിയോഫേജിന്റെ വൈറസ് ഉണ്ടല്ലോ, ആ വൈറസ് ബാക്ടീരിയോഫേജിലെ ഡിഎൻഎയിലെ ന്യൂക്ലിയോടൈഡിനെ ചെയ്യാൻ തുടങ്ങി, കട്ട് ചെയ്യാൻ തുടങ്ങി എന്നർത്ഥം. ഓക്കെ, പേജ് ഡിഎൻഎ അല്ലെ. ഡിഎൻഎ ന്യൂക്ലിയോടൈഡിനെ ചെയ്യാൻ തുടങ്ങി, കട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോ ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഈ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വരുന്നത്. മനസ്സിലായല്ലോ. മാത്രമല്ല ഈ ന്യൂക്ലിയോടൈഡ് ഈ ഒരു E. coli ബാക്ടീരിയയില് ഉള്ള ഈ എൻസൈം, രണ്ടാമത്തെ എൻസൈം കട്ട് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റെക്കഗ്നിഷൻ സീക്വൻസിനെയാണ്. എന്താണ് ഉദ്ദേശിച്ചത്? അതായത് ഒരു റാൻഡം കട്ടിംഗ് അല്ല. അതായത് ഈ ന്യൂക്ലിയോടൈഡ് ഈ എൻസൈം ചെയ്യുന്നത് ഒരു റാൻഡം കട്ടിംഗ് അല്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷനിൽ പോയിട്ട് എന്ത് ചെയ്യാണ്? കട്ട് ചെയ്യണം. എന്താണ് സ്പെസിഫിസിറ്റി എന്ന് പറയാം. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. അപ്പോ ന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമാറ്റിക് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ എൻസൈമാറ്റിക് ഗ്രൂപ്പ് that included or the enzymes included in the enzyme group nucleus. That means it break the phosphate bonds of nucleotide. Okay, so that is known as nucleus. In 1963 there is two enzymes noticed in the E. coli bacteria, and both two enzymes that resist the growth of bacteriophage. What does mean by bacteriophage? Bacteriophage is a virus that infect the bacteria, and both two enzymes, one of the enzyme that go to the methyl group of phage DNA, and another group that goes to the nucleotide. എവിടെ പോയി? ന്യൂക്ലിയോടൈഡ് കട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു ഹിസ്റ്ററിയിൽ നിന്നാണ്
റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത നമുക്ക് എത്രയോ ഈ ഭാഗത്തേ പറയാനുള്ളൂ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ ഹിസ്റ്ററി നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് പേര് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനുള്ളത്. നെയിമിംഗ് ഓഫ് ഓക്കെ. അപ്പൊ ഇനി അടുത്തത് നെയിമിംഗ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ഓക്കെ, എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് നമ്മൾ പേര് കൊടുക്കുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം അതിന്റെ നെയിമിങ്ങിന്റെ ഭാഗങ്ങൾ പറയാം. ഫസ്റ്റ് വൺ, ഫസ്റ്റ് നെയിം ജീനസ് നെയിം ആണ്. രണ്ടാമത്തെ നെയിം, സെക്കൻഡ് നെയിം സ്പീഷീസ് നെയിം ആണ്. ഓക്കെ, പിന്നെ 6 കാണാം. ഇത് ഏത് സ്ട്രെയിനിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തതെന്നാണ്. പിന്നെ ലാസ്റ്റ് ഒരു റോമൻ നമ്പറും കാണാം ആ പേരിൽ. റോമൻ നമ്പർ കാണാം. അത് റോമൻ നമ്പർ ശ്രദ്ധിക്കുക. സീക്വൻസ് ദേ ആർ ഐസൊലേറ്റഡ് ഫ്രം ബാക്ടീരിയ. ഓക്കെ, സീക്വൻസ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രാമത്തെ ആണ് അല്ലെങ്കിൽ സീക്വൻസ് അല്ലെങ്കിൽ അതിന്റെ എത്രാമത്തെ തവണയാണ് അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ഒന്നാമത്തെ ആണോ കണ്ടെത്തിയത്, രണ്ടാമത്തെ ആണോ, മൂന്നാമത്തെ ആണോ, എക്സാമ്പിൾ പറയാം. അപ്പൊ മനസ്സിലാവും. അപ്പൊ നമുക്കൊന്ന് എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, ഞാൻ എക്കോ R1 എന്ന് പറയുന്നതും എക്കോ R2 എന്ന് പറയുന്നതും എക്സാമ്പിൾ ആക്കി എടുക്കണം കേട്ടോ. എക്കോ R1 ശ്രദ്ധിക്കുക. ഫസ്റ്റ് എക്കോ R1 എടുക്കുകയാണ് ഞാൻ. ഇതിന്റെ ജീനസ് നെയിമാണ് ഈ, അതായത് എസ്ക്രീഷിയ. എസ്ക്രീഷിയ ഈ ജീനസ് നെയിമാണ്. രണ്ടാമത്തേതാണ് കൊളൈൻ, അത് അതിന്റെ എന്താണ് സ്പീഷീസ് നെയിം ആണ് കേട്ടോ. ഈ 6 സ്ട്രെയിൻ ആണ്. ഏത് സ്ട്രെയിനിൽ നിന്നാണ്, ഏത് ഭാഗത്ത് നിന്നാണ്? 1 ആണ് റോമൻ ലെറ്റർ. 1 ആണ് റോമൻ ലെറ്റർ. ഓക്കെ ആണല്ലോ. 1നെയാണ് നമ്മൾ റോമൻ ലെറ്റർ എന്ന് വിളിച്ചത്. അതായത് റോമൻ ലെറ്റർ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാല് എത്രാമത്തെ ആണ് അല്ലെങ്കിൽ എസ്ക്രീഷ്യ കൊളയിൽ നിന്ന് എത്രാമത്തെ എൻസൈം ആണ് എന്നുള്ളത്. എസ്ക്രീഷ്യ കൊളയിൽ നിന്ന് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്ത എൻസൈം ആണ് എക്കോ R1. അതുകൊണ്ടാണ് ഇവിടെ R1 വരാനുള്ള കാരണം, 1 വരാനുള്ള കാരണം. എസ്ക്രീഷ്യ കൊളയിൽ നിന്ന് രണ്ടാമത് ഐസൊലേറ്റ് ചെയ്ത എൻസൈം ആണ് എക്കോ R2 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ R2 എന്ന് വരാനുള്ള കാരണം. സോറി, R2 എന്ന് വരാനുള്ള കാരണം മനസ്സിലായല്ലോ. അപ്പൊ ആ ബാക്ടീരിയയിൽ നിന്ന് എത്രാമത്തെ ആണ് ഐസൊലേറ്റ് ചെയ്തത്, എത്രാമത്തെ എൻസൈം ആണ് ഐസൊലേറ്റ് ചെയ്തത് എന്നുള്ളതാണ് റോമൻ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ സീക്വൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നാമത്തേതാണ് എക്കോ R1, ഒന്നാമത്തെ എൻസൈം ആണ് എക്കോ R1, അതുകൊണ്ട് ഇതിന് 1 കൊടുത്തു. ഇത് രണ്ടാമത്തെ എൻസൈം ആണ് എക്കോ R2, അതുകൊണ്ട് ഇതിന് 2 കൊടുത്തു. അതുപോലെ തന്നെ ഹിൻഡ് R1 കണ്ടോ. ഹിൻഡ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തതാണ് ഏത്, R1, അതുകൊണ്ട് ഇതിന് 1 കൊടുത്തു. ഇപ്പൊ രണ്ടാമത് വരികയാണെങ്കിൽ റോമൻ ലെറ്റർ കൊടുക്കും, 2 കൊടുക്കും. മൂന്നാമതാണെങ്കിൽ 3 കൊടുക്കും. നാലാമത് ഐസൊലേറ്റ് ചെയ്താണെങ്കിൽ റോമൻ ലെറ്റർ കൊടുക്കും, 4 കൊടുക്കും. അപ്പൊ റോമൻ ലെറ്റർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അതിന്റെ റോമൻ ലെറ്റർ ആകുമ്പോൾ അതിന്റെ എത്രാമത്തെ സീക്വൻസ് അല്ലെങ്കിൽ എത്രാമത്തെ ആണ് ഐസൊലേറ്റ് ചെയ്തത് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട്, റോമൻ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെയിമിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഫസ്റ്റ് ജീനസ് നെയിം ആണ്. ഈ കൊളൈൻ ആണെന്ന് കൂടി അടയാളപ്പെടുത്താം. ഈ കൊളൈൻ എക്കോ R1 ഒന്നുകൂടി അടയാളപ്പെടുത്തുകയാണെങ്കിൽ
ജീനസ് നെയിം ആണ്, എക്സാമ്പിൾ ആണ് കേട്ടോ. എക്സ്ക്രീഷ്യ എന്ന് പറയുന്നത്, രണ്ടാമത് കൊളൈ എന്ന് പറയുന്നത് സ്പീഷീസ് നെയിം ആണ് അല്ലെ, സ്പീഷീസ് നെയിം ആണ് കൊളൈ അല്ലെ. ഓക്കെ, എന്താണ്, ഏത് സ്ട്രെയിൻ ആണെന്നുള്ളത് അല്ലെ, ഏത് ഭാഗത്തുനിന്നാണെന്നുള്ളത്. ഈ 1 റോമൻ ലെറ്റർ 1 ആണ് കേട്ടോ. സോറി റോമൻ ലെറ്റർ 1 ആണ് കേട്ടോ. റോമൻ ലെറ്ററിൽ എഴുതണേ, ശ്രദ്ധിക്കണം. റോമൻ ലെറ്റർ 1 ആണ്. എത്രാമത്തെയാണ് ഐസൊലേറ്റ് ചെയ്തത്, അതായത് എസ്ക്രീഷ്യ കൊളയിൽ നിന്ന് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തതാണ് എക്കോ R1, അതുകൊണ്ട് 1 കൊടുത്തു. രണ്ടാമത് ഐസൊലേറ്റ് ചെയ്ത റെസ്ട്രിക്ഷൻ എൻസൈം ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, എക്കോ R2 കൊടുക്കും. മനസ്സിലായല്ലോ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിന്റെ നെയിമിംഗില് ശ്രദ്ധിക്കേണ്ട കാര്യം. ശ്രദ്ധിക്കാം, നോക്കിക്കോളൂ ബോർഡില്. ഓക്കെ, ഇത്രയുമാണ് നെയിമിംഗിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ ആണല്ലോ? പിന്നെ അടുത്ത ഭാഗത്തോട്ട് പോവാം. ഇതിന് വരാനുള്ളത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സോ ന്യൂക്ലിയസ് എന്നും അതുപോലെ തന്നെ എൻഡോ ന്യൂക്ലിയസ് എന്നും. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എക്സോ ന്യൂക്ലിയസ് എന്നും രണ്ടാമത് എൻഡോ ന്യൂക്ലിയസ് എന്നും. അതായത് ഇതൊരു DNA ആണെന്ന് വിചാരിക്കാം. എക്സോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ആ ടൈപ്പ് ഓഫ് എൻസൈം ആണെങ്കിൽ DNA-യുടെ എൻഡുകളിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കട്ട് ചെയ്യൂ. ഓക്കെ, അപ്പൊ എക്സോ ന്യൂക്ലിയസിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഫ്രീ ആയിട്ട് കിടക്കുന്ന എൻഡുകളിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് കട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അതിനെ എക്സോ എന്ന് വിളിക്കാനുള്ള കാരണം. എന്നാൽ രണ്ടാമത് പറഞ്ഞ എൻഡോയിൽ ശ്രദ്ധിക്കാം, എൻഡോ ഉള്ളിൽ വന്നിട്ട് കട്ട് ചെയ്യും. ഈ ഭാഗത്തൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. എൻഡോ ന്യൂക്ലിയസ്. എക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ടിപ്പിക്കൽ എൻസിൽ മാത്രമേ എക്സോ ന്യൂക്ലിയസ് കട്ട് ചെയ്യുള്ളൂ. എൻഡോ എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളാണ്. അപ്പൊ എൻഡോ ന്യൂക്ലിയസ് ആവുന്ന സമയത്ത് സ്പെസിഫിക് ശ്രദ്ധിക്കാം, സ്പെസിഫിക് ആയിട്ടുള്ള എൻസിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഇവിടെ ഫ്രീ എക്സോ ന്യൂക്ലിയസ് ആകുമ്പോൾ ഇതിന്റെ ഈ ഫ്രീ എൻഡുകളിൽ മാത്രമേ കട്ട് ചെയ്യുള്ളൂ. എൻഡോ ന്യൂക്ലിയസ് ആകുമ്പോൾ ഈ ന്യൂക്ലിയോടൈഡിന്റെ ഏത് സ്പെസിഫിക് എൻസിൽ വന്നിട്ടും എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും എന്നതാണ് എൻഡോ ന്യൂക്ലിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എൻഡോ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിനെ രണ്ടെണ്ണമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? എക്സോ ന്യൂക്ലിയസ് എന്നും എൻഡോ ന്യൂക്ലിയസ് എന്നും. അപ്പൊ എക്സോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടിപ്പിക്കൽ ആയിട്ടുള്ള എൻഡുകളിൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എൻഡോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്പെസിഫിക് എൻസുകൾ ഏത് എൻഡിലാണോ വേണ്ടത്, ഉള്ളിലുള്ളതായാലും ഓരോ സ്പെസിഫിക് എൻസിൽ പോയിട്ടും കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻഡോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സോ എൻഡുകളില്, എൻഡോ എന്ന് പറയുന്നത് സ്പെസിഫിക് എൻഡുകളാണ്. അപ്പൊ എനിക്ക് ഇവിടെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ആരെ കൊണ്ട് പറ്റും, എൻഡോ ന്യൂക്ലിയസ് കൊണ്ട് പറ്റും എന്നർത്ഥം. അപ്പൊ രണ്ട് തരത്തില് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് വരാറുണ്ട്, എക്സോ ന്യൂക്ലിയസും അതുപോലെ തന്നെ എൻഡോ ന്യൂക്ലിയസും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് രണ്ട് വിധത്തിലുണ്ടെന്ന് പറഞ്ഞു. എക്സോ ന്യൂക്ലിയസും ഉണ്ട്, എൻഡോ ന്യൂക്ലിയസും ഉണ്ട്. അതിന്റെ എൻഡുകളിൽ മാത്രമാണെങ്കിൽ അതിനെ വിളിച്ചതാണ് നമ്മള് എക്സോ ന്യൂക്ലിയസ്. സ്പെസിഫിക് എൻസിൽ പോയി കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എൻഡോ ന്യൂക്ലിയസും, സോറി എക്സോ ന്യൂക്ലിയസ് സ്പെസിഫിക് എൻസിലെ നോർമൽ എൻസുകൾ മാത്രം,
സ്പെസിഫിക് എൻഡ്സിനുള്ളിലൊക്കെ പോയിട്ട് കട്ട് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ അതിനെ വിളിച്ചതാണ് എൻഡോ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. ഓക്കെ ആണ്. ഇനി എങ്ങനെയാണ് ഈ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിന്റെ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. വർക്കിംഗ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് REN. ആക്ച്വലി ഈ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ആദ്യം ചെയ്യാം ആ DNA ഒന്ന് അനാലിസിസ് ആണ്. നമ്മൾ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിനൊന്ന് സ്കാൻ ചെയ്തെടുക്കൂലേ, അതാണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻസ്പെക്ടിംഗ് ലെങ്ത് ഓഫ് DNA. ആ DNA ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ DNAയുടെ ലെങ്ത് ഒന്ന് അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ അതിനൊരു സ്പെസിഫിക് റെക്കഗ്നിഷൻ യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ സ്പെസിഫിക് ഓക്കെ, അപ്പൊ അതില് സ്പെസിഫിക് റെക്കഗ്നിഷൻ യൂണിറ്റ് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ, സ്പെസിഫിക് റെക്കഗ്നിഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ്. മനസ്സിലായല്ലോ? അതിനെയാണ് നമ്മൾ സ്പെസിഫിക് റെക്കഗ്നിഷൻ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ആ വരുന്ന റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിന് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റിനെയാണ് സ്പെസിഫിക് റെക്കഗ്നിഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. സ്പെസിഫിക് റെക്കഗ്നിഷൻ യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഷോർട്ട് ആണെന്ന് പറയാം. ഏകദേശം 10 ബേസ് പെയർ വരെയൊക്കെ ഉണ്ടാവുള്ളൂ. 10 ബേസ് പെയർ വരെ ഒക്കെ ഒരു റെക്കഗ്നിഷൻ യൂണിറ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ റെക്കഗ്നിഷൻ യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഈ സ്പെസിഫിക് യൂണിറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുകയും ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ കട്ട് ചെയ്യുകയും ചെയ്യും. സ്പെസിഫിക് യൂണിറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുകയും അതിനെ കട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഓക്കെ, നമുക്കറിയാം DNA എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണെന്ന് അറിയാലേ. DNA എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചറിൽ പോയിട്ട് ഒരു ഭാഗത്ത് പോയിട്ട് എന്ത് ചെയ്യും? അതിനെ കട്ട് ചെയ്യും. ഈ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി മനസ്സിലാക്കുക, ഇവിടെ അത് കട്ട് ചെയ്യുന്നത് എന്തിനെയാണ്? അതിന്റെ ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്ടിനെയാണ് അല്ലെ. ആ കട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്ടിനെയാണ് ആ കട്ട് ചെയ്യുന്നത്. എന്താണ് ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്ട്? നമുക്ക് അറിയാം, DNA എടുത്തു കഴിഞ്ഞാൽ അതിൽ ഷുഗർ, അതുപോലെ തന്നെ ഒരു ഫോസ്ഫേറ്റ് ബോണ്ട് ഉണ്ടാവും. ഷുഗർ അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ബോണ്ട് ഉണ്ടാവും. അപ്പൊ ഈ ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്ടിനെയാണ് ഈ DNA എന്ത് ചെയ്യാൻ പോകുന്നത്? കട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ അവിടെ ഒരു പാലിയൻഡ്രോമിക് സീക്വൻസ് കിട്ടും. എന്താണ് പാലിയൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് കിട്ടും? പാലിയോഡ്രോമിക്. ഇവിടെ പിക്ചറൈസ് ചെയ്യാം. ആദ്യം ഈ കുറച്ച് വേർഡുകൾ പറയാം. എന്താണ് പാലിയോഡ്രോമിക് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. പാലിയോഡ്രോമിക് വേർഡ്സ് പാലിയോഡ്രോമിക് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് മലയാളം എന്ന് എഴുതിയാൽ അല്ലെ, മലയാളം എന്ന് എഴുതിയാൽ അതിന്റെ പ്രത്യേകത എന്താണ്? അത് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വായിച്ചാലും മലയാളം എന്നാണ് വായിക്കുക. എന്നാൽ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ വായിച്ചാലും അതിനെ നമ്മൾ എന്താണ് വായിക്കുക? മലയാളം എന്നാണ് വായിക്കുക. അതായത് രണ്ട് ഡയറക്ഷനിൽ വായിച്ചു കഴിഞ്ഞാലും ഒരു വാക്ക് തന്നെയാണ് അല്ലെ, മാറുന്നില്ലല്ലോ. അതിനെയാണ് പാലിയോഡ്രോമിക് വേർഡ്സ് വിളിക്കുന്നത്. അപ്പൊ എന്താണ് പാലിയോഡ്രോമിക് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇവിടെ അങ്ങനെ വായിക്കലാണോ? നമുക്ക് നോക്കാം, എന്താണെന്നുള്ളത് നോക്കാം. That is നമ്മൾ പാലിയോഡ്രോമിക് സീക്വൻസ് എന്ന് പറയാം, ന്യൂക്ലിയോടൈഡ് എന്ന് പറയാനുള്ള കാരണം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സൈറ്റോസിൻ, ഗുയാനിൻ,
അഡിനോസിൻ അഡിനോസിൻ തൈമിൻ സൈറ്റോസിൻ. ഓക്കേ, GAATC ഇത് കണ്ടിട്ട് നട്ടരുത്. G for guanine, adenine, adenine, thymine, cytosine അല്ലേ? അപ്പോ ഇത് ഒരു സ്ട്രാൻഡിലാണെങ്കിൽ അതിന്റെ മറ്റേ സ്ട്രാൻഡിൽ എങ്ങനെ വരും? guanine ഏതുമായിട്ടാണ് വരിക? സൈറ്റോസിൻ. adenine എന്തുമായിട്ടാണ് വരിക? thymine. then ഇത് adenine, cytosine എന്തുമായിട്ടാണ് വരിക? guanine. അതറിയാലോ. ബേസ് പെയർസ് എങ്ങനെയാണ് കോഡ് ചെയ്യുന്നതെന്ന് അറിയാലോ അല്ലേ? എങ്ങനെയാണ്? adenine കോഡ് വിത്ത് thymine, guanine with ATGC അല്ലേ? guanine with cytosine. adenine കോഡ് ചെയ്യുന്നത് ഏതുമായിട്ടായിരിക്കും? thymine കൊണ്ടായിരിക്കും. guanine എന്തുമായിട്ടായിരിക്കും? സൈറ്റോസിന്റെ കൂടെ ആയിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ പാലിയോഡ്രോമിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരിയല്ല. ദാറ്റ് ഈസ് ഇതിന്റെ ബേസ് പെയർ, ഈ പെയർ ഇത് ഫസ്റ്റ് ഇതൊരു സ്ട്രാൻഡ് ആണെന്ന് വിചാരിക്കുക. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണല്ലോ DNA. അതിന്റെ ഒരു സ്ട്രാൻഡ് ആണ് സ്ട്രാൻഡ് 1ലെ ബേസുകളാണ് ഏതൊക്കെ? guanine, adenine, thymine, cytosine. സ്ട്രാൻഡ് 2ലെ ബേസ് പെയർസുകളാണ് ഏതൊക്കെ? സൈറ്റോസിൻ, തൈമിൻ, adenine, guanine. ഓക്കേ ആണല്ലോ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ guanineനും സൈറ്റോസിനും അഡെനിനും തൈമിനും സൈറ്റോസിനും guanine എന്താണ്? പരസ്പരം ബേസ് പെയറുകളാണ്. അപ്പൊ ഇവിടെ നിന്ന് വായിക്കുന്നത് ഇതിന്റെ ബേസ് പെയറുകളും ഈ സ്ട്രാൻഡ് 1ന്റെ ബേസ് പെയറുകളാണ് സ്ട്രാൻഡ് 2ലുള്ളത് അല്ലേ? ഇതൊരു പാലിയോഡ്രോമിക് സീക്വൻസ് പോലെയാണ് അല്ലേ? ഇത് നമുക്ക് വായിക്കാം GAATC അല്ലേ? സ്ട്രാൻഡ് 1നെ നമുക്ക് എങ്ങനെ വായിക്കാം? GAATC എന്ന് വായിക്കാം അല്ലേ? ആണല്ലോ. അപ്പോ ഇനി സ്ട്രാൻഡ് 2 CTTAG അല്ലേ? അത് ഇവിടുന്ന് ഇങ്ങോട്ട് വായിക്കുന്ന പോലെയല്ലേ സ്ട്രാൻഡ് 2 വരുന്നത്? ആദ്യം സ്ട്രാൻഡ് 1ൽ ശ്രദ്ധിക്കാം. GAATC ആണ് സ്ട്രാൻഡ് 1ലുള്ളത്. സ്ട്രാൻഡ് 2ലുള്ളത് ഏതൊക്കെയാണ്? CTTAG ആണ്. ഓക്കേ ആണല്ലോ. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ സ്ട്രാൻഡ് 1ലെ ബേസ് പെയർസിനെ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ വായിക്കുന്നതാണ് സ്ട്രാൻഡ് 2ലെ ബേസ് പെയർസ് അല്ലേ? അപ്പൊ ഇതെന്താണ്? ഒരു പാലിയോഡ്രോമിക് ബേസ് പെയർസ് ആണ് എന്ന് വിളിക്കാം. കാര്യം മനസ്സിലായല്ലോ? ഓക്കേ, അപ്പൊ ഇപ്പൊ പറഞ്ഞത് ഒന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. വർക്കിംഗ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൽ ആദ്യം അത് ചെയ്യാൻ എന്താണ്? ലെങ്ത് ആ DNA ഒന്ന് അനാലിസിസ് ചെയ്യും. ഓക്കേ, ആ DNA എന്ത് ചെയ്യാൻ പോവാണ്? ഒന്ന് അനാലിസിസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ അനാലിസിസ് നടത്തിയിട്ട് സ്പെസിഫിക് റെക്കഗ്നിഷൻ യൂണിറ്റ് കാണും. സ്പെസിഫിക് റെക്കഗ്നിഷൻ യൂണിറ്റ് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കാം? ആ വരുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് അതുമായി ബൈൻഡ് ചെയ്യുകയും അതിന്റെ ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്ടിനെ കട്ട് ചെയ്യുകയും ചെയ്യും. ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയോടൈഡിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? ഒരു ഫോസ്ഫേറ്റ് ബോണ്ട് ഉണ്ടാവും, ഇവിടെ അഡെനിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഇവിടെയും അടുത്ത സ്ട്രാൻഡിൽ അല്ലെ ഇവിടെ തൈമിൻ ഉണ്ടാവും അല്ലെ? ഇങ്ങനെയല്ലേ ബോണ്ടിങ് വരുന്നത്. അപ്പൊ ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ചെയ്തത്. അപ്പൊ അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു പാലിയോഡ്രോമിക് ന്യൂക്ലിയോടൈഡ് ഉണ്ടാവും. എന്താണ് പാലിയോഡ്രോമിക് വേർഡ്സ് പറഞ്ഞു കഴിഞ്ഞാല്? രണ്ട് ഡയറക്ഷനിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപോലെ കിട്ടണം അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് പാലിയോഡ്രോമിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ സ്ട്രാൻഡ് 1ഉം സ്ട്രാൻഡ് 2ഉം ബേസ് പെയർസ് ആണ്, പെയറുകളാണ് അല്ലെ? സ്ട്രാൻഡ് 1ഉം സ്ട്രാൻഡ് 2ഉം പെയറുകളാണ്. അപ്പോ ഈ പെയറുകൾ ശ്രദ്ധിക്കാം. ഈ സ്ട്രാൻഡ് 1ലെ ബേസ് പെയർസിനെ ബാക്കിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ ഉള്ളതായിരിക്കും സ്ട്രാൻഡ് 2ലെ ബേസ് പെയർസ് അല്ലെ? അത് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെ? സ്ട്രാൻഡ് 1ലെ ബേസ് പെയർസ് ഉദാഹരണം സ്ട്രാൻഡ് 1ലെ ബേസ് പെയർസ് ഇതിന്റെ ഈ ഭാഗത്ത് നിന്ന് വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതായിരിക്കും സ്ട്രാൻഡ് 2ലെ ബേസ് പെയർസ്. അതുകൊണ്ടാണ് അതിനെ പാലിയോഡ്രോമിക് ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ പാലിയോഡ്രോമിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടത് പാലിയോഡ്രോമിക് സീക്വൻസ് തന്നെയാണ്. മനസ്സിലായല്ലോ? പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ഭാഗത്ത് വരുന്ന സ്പെസിഫിക് റെക്കഗ്നിഷൻ യൂണിറ്റ് എന്താണ്? ഓക്കെ, ബൈൻഡ് ചെയ്യുന്നു, മാത്രമല്ല അതിനെ കട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് പാലിയോഡ്രോമിക് സീക്വൻസിലാണ് അതിനെ കട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ ഓക്കെ അപ്പൊ ഇനി ഇതിന്റെ ഒരു പ്രോസസ് നമുക്ക് നോക്കാം. അപ്പൊ പറഞ്ഞു കേട്ടോ, ഇത് നമ്മളെ വെക്ടർ DNA ആണെന്ന് വിചാരിക്കാം. വെക്ടർ DNAയുടെ അവസാനത്തെ റെക്കഗ്നൈസിംഗ് യൂണിറ്റ് ആണ് GAATT. നമുക്കറിയാം രണ്ട് സ്റ്റാൻഡുകൾ ഉണ്ടാവും, 3' 5' എന്നോ
കണ്ടുപിടിക്കാം. 5 ഡാഷ് 3 ഡാഷ് എന്ന് വരുന്നുണ്ട്, നമുക്ക് അപ്പോൾ പറയാം. ആ ഡാഷ് നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ ശ്രദ്ധിക്കാം. സ്റ്റെപ്പ് 1 ശ്രദ്ധിക്കാം. GAAP അല്ലേ, വെക്ടർ പ്ലാസ്മിഡിന്റെ ന്യൂക്ലിയോടൈഡ് ആണ്. റെക്കഗ്നിഷൻ യൂണിറ്റ് കിട്ടിയതാണ് ഏതൊക്കെയാ? GAAATT എന്ന് പറയുന്നത്. ഓക്കെ, ഈ വെക്ടർ DNA നമുക്ക് എവിടേക്കാണ് എത്തിക്കേണ്ടത്? ഫോറിൻ DNA യിലാണ് എത്തിക്കേണ്ടത്. അവിടെ GAA അതുപോലെ തന്നെ ATT. ഓക്കെ ആണല്ലോ, ഏകദേശം സെയിം തന്നെയാണ് അല്ലെ. അതുകൊണ്ടാണ് റെക്കഗ്നിഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. കാരണം റെക്കഗ്നിഷൻ യൂണിറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് മുറിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിന് അനുബന്ധിച്ച റെക്കഗ്നിഷൻ യൂണിറ്റ് തന്നെ നമുക്ക് മുറിക്കണം. അല്ലാണ്ട് ഈ ബേസ് പെയറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ബേസ് പെയർ ആണ് വരുന്നെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അതാണ് റെക്കഗ്നിഷൻ യൂണിറ്റിന്റെ പ്രത്യേകത. മനസ്സിലായല്ലോ? അപ്പൊ ഇത് രണ്ടുമാണ് ഇവിടുത്തെ റെക്കഗ്നൈസിംഗ് യൂണിറ്റ്. അങ്ങനെ ഇത് വെക്ടർ DNA ആണ്, ഇത് ഫോറിൻ DNA ആണ്. നമ്മൾ ഇവിടെ എക്കോ R1 കൊണ്ട് ഇതിനെ മുറിക്കാൻ പോവാണ്. എക്കോ R1 കൊണ്ട് ഈ ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മുറിക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ വെക്ടർ DNA ഞാൻ മുറിച്ചിട്ട് അതിന്റെ ഒരു സ്ട്രാൻഡ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. താഴെയുള്ള ഒരു സ്ട്രാൻഡ് മാത്രം ഞാൻ അവിടെ ബാക്കി വെച്ചു. മനസ്സിലായല്ലോ? ഈ സ്ട്രാൻഡ് മാത്രം ATTT. അതുപോലെ തന്നെ ഞാൻ ഇവിടെയുള്ള ഫോറിൻ DNAയിലെയും ഒരു സ്ട്രാൻഡ് ഒരു എൻഡ് ഞാൻ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ട് എക്കോ R1 കൊണ്ട്. നെക്സ്റ്റ് ഇത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്തു. മനസ്സിലായല്ലോ? അതായത് ശ്രദ്ധിക്കുക, ബേസ് പെയർ സെയിം ആയിരിക്കണം. GAAA ATTT രണ്ടിന്റെയും ആ ന്യൂക്ലിയോടൈഡ് നമ്മൾ മുറിച്ചെടുക്കാൻ പോകുന്ന ആ ന്യൂക്ലിയോടൈഡിന്റെ ബേസ് പെയറുകൾ എന്താണ്? സെയിം ആണ്. ബേസ് പെയറുകൾ സെയിം അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? അങ്ങനെ ഇതെന്ത് ചെയ്യാൻ തുടങ്ങി? ഞാൻ വെക്ടർ എക്കോ R1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കൊണ്ട് ഞാൻ ഇതിന്റെ സ്ട്രാൻഡിനെ കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഈ സ്ട്രാൻഡിനെ ഞാൻ കട്ട് ചെയ്തു. കണ്ടോ? ഇവിടെയുള്ള സ്ട്രാൻഡിനെ ഞാൻ ഒഴിവാക്കി. ഇതിലെ വെക്ടർ DNAയിലെ അതുപോലെ തന്നെ ഫോറിൻ DNAയിലെ ഒരു സ്ട്രാൻഡിനെയും ഞാൻ ഒഴിവാക്കി. ഈ സ്ട്രാൻഡിനെയും ഞാൻ ഒഴിവാക്കി. എന്നിട്ട് ഇവ തമ്മിൽ ജോയിൻ ചെയ്തു. കണ്ടല്ലോ? ഈ ജോയിൻ ചെയ്ത പിക്ചർ ആണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഈ ജോയിൻ ചെയ്ത പിക്ചർ ആണ് ഈ പിക്ചർ. ഇവിടെ എന്താണ്? ഇത് രണ്ടും ഒന്നായി മാറി അല്ലേ? ഈ ബേസ് പെയറുകളെ തമ്മിൽ കൂട്ടിച്ചേർത്തിട്ട് ഈ വെക്ടർ DNAയും ഫോറിൻ DNAയും തമ്മിൽ എന്ത് ചെയ്തു? ഒരുമിച്ചു അല്ലെ? ഈ വെക്ടർ DNAയും ഫോറിൻ DNAയും എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ആക്ച്വലി നമ്മുടെ റീകോമിനന്റ് DNA. ഇതിനെയാണ് നമ്മൾ റീകോമിനന്റ് DNA എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ DNA സീക്വൻസ് രണ്ടിന്റെയും ബേസ് പെയറുകൾ സെയിം ആവണം. എക്കോ R1 കൊണ്ട് ഞാൻ ഒരു വെക്ടറിന്റെ ഒരു സ്ട്രാൻഡിനെ കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഫോറിൻ DNAയുടെ ഒരു സ്ട്രാൻഡിനെ കട്ട് ചെയ്തു. എന്നിട്ട് അവയെ ജോയിൻ ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റീകോമിനന്റ് DNA എന്ന് വിളിക്കുന്നത്. ഇത് സിമ്പിൾ സ്ട്രക്ചർ ആണ് ഇതിന്റെ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റീകോമിനന്റ് DNA എന്ന് വിളിക്കുന്നത്. ഓക്കേ ആണോ? ഓക്കേ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. മനസ്സിലായല്ലോ? ബേസ് പെയറുകൾ സെയിം ആയിരിക്കണം. ഈ ഒരു രണ്ടും കൂടി ജോയിൻ ചെയ്ത DNA ആണ് നമ്മൾ വിളിച്ചത് റീകോമിനന്റ് DNA എന്ന് വിളിച്ചത്. ഓക്കേ ആണല്ലോ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം. നമ്മൾ ഇന്ന് പഠനത്തിൽ ഏതൊക്കെയാണ്? പ്ലാസ്മിഡ് പറഞ്ഞു. അതിനു മുമ്പ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, പ്ലാസ്മിഡ്, അതുപോലെ എന്തെല്ലാമാണ് അതിൽ നടക്കുന്ന പ്രോസസ്സുകൾ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ പേര് കൊടുക്കുന്ന രൂപം പറഞ്ഞു. എക്സോന്യൂക്ലിയസ് പറഞ്ഞു. എൻഡോന്യൂക്ലിയസ് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ലാസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ വർക്കിംഗ് പറഞ്ഞു. അതുപോലെ തന്നെ പാലിയൻഡ്രോമിക് സീക്വൻസുകൾ നമ്മൾ എന്ത് ചെയ്തു? ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലെ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗം. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കാവുന്നതാണ്. അതുവരേക്കും ഓക്കെ, താങ്ക് യു. അതിനു മുമ്പ് പറയാനുള്ളത്, കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവുക. എല്ലാം നിങ്ങളത് ബാക്കി വെക്കുകയാണെങ്കിൽ, റിമൈനിങ് ആയിട്ട് വെക്കുകയാണെങ്കിൽ അത് വലിയൊരു ഭാരമായിട്ട് മാറും. ഓക്കെ, നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാഠം തെറവായി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മര്യാദക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. സോ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.